ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സകല ബുദ്ധിയെയും അതിശയിപ്പിക്കുന്ന ഒരു സ്നേഹത്തിന്റെ രഹസ്യത്തെ ഓർമ്മിക്കാനും ആഘോഷിക്കാനും അതിലേക്ക് വീണ്ടും പ്രവേശിക്കാനുമായി ഈ പരിശുദ്ധ സായാഹ്നത്തിൽ നാം ഇവിടെ ഒന്നുചേർന്നിരിക്കുകയാണ്. ഈ സായാഹ്നം വെറുമൊരു അനുസ്മരണമല്ല, മറിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തുകയും അപ്പം മുറിച്ച് പാനപാത്രം നൽകുകയും താൻ നമ്മെ സ്നേഹിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കുകയും ചെയ്തവനുമായുള്ള സജീവമായ ഒരു കൂടിക്കാഴ്ചയാണിത്. ഈ പരിശുദ്ധ രാത്രിയിൽ 3 മഹത്തായ ദാനങ്ങളാണ് അവൻ നമുക്ക് നൽകിയത്. വിശുദ്ധ കുർബാന, അത് നിലനിർത്തുന്നതിനായുള്ള പൗരോഹിത്യം, കൂടാതെ സ്നേഹത്തിന്റെ പുതിയ കൽപ്പന. ഇവ മൂന്നിനുമിടയിൽ അദൃശ്യമായ ഒരു നദി പോലെ ഒഴുകുന്ന ദൈവപുത്രന്റെ എളിമയും അനുസരണവും. ഒന്ന് സങ്കല്പിച്ചാൽ, ജെറുസലേമിലെ വഴികളിലെ പൊടിപുരണ്ട പാദങ്ങളുമായി മേശയ്ക്ക് ചുറ്റും ഇരുന്നിരുന്ന ശിഷ്യന്മാരുടെ മുന്നിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഗുരുവും നാഥനുമായ ഈശോ, മാംസമായി തീർന്ന വചനം, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ പുറങ്കുപ്പായം മാറ്റിവെച്ച് അരയിൽ ഒരു തൂവാല ചുറ്റി തൻ്റെ സ്വന്തമായവരുടെ പാദങ്ങളിൽ മുട്ടുകുത്തുന്നു. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പുരാതന ലോകത്തിൽ പാദം കഴുകൽ എന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ദാസന്റെ ജോലിയായിരുന്നു. ഒരു യഹൂദ അടിമയോട് പോലും അത് ചെയ്യാൻ ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു. എന്നിട്ടും പ്രപഞ്ചത്തിന്റെ നാഥൻ, സകലതും ആരു വഴിയായി സൃഷ്ടിക്കപ്പെട്ടുവോ അവൻ തന്നെ ഒറ്റിക്കൊടുക്കാനും തള്ളിപ്പറയാനും ഉപേക്ഷിച്ചു പോകാനും പോകുന്നവരുടെ മുന്നിൽ സ്വയം ശൂന്യനാക്കിക്കൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്നു. ഇതൊരു ബലഹീനതയല്ല, ഇത് ദൈവസ്നേഹത്തിന്റെ ദൃശ്യമായ പ്രകൃതമാണ്. ക്രിസ്തുവിലൂടെ നാം മനസ്സിലാക്കുന്ന എളിമ എന്നത് സ്വയം തരം താഴ്ത്തലോ ഒരാളുടെ സ്വന്തം മൂല്യം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതോ അല്ല. സേവനത്തിനായി മഹത്വം സ്വമനസാലെ താഴേക്കിറങ്ങി വരുന്നതാണത്. ഒരാളുടെ കഴിവുകളും അധികാരവും സ്വന്തം ജീവൻ പോലും മറ്റുള്ളവർക്കായി സമർപ്പിക്കുന്നതാണത്. പെസഹ വ്യാഴത്തിലെ പാദക്ഷാളനം ഹൃദയങ്ങൾക്കായുള്ള ഒരു പാഠശാലയായി നമുക്ക് മാറുന്നു. യേശു നമ്മോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വലിയവരാകാൻ കഴിയും എന്നല്ല, മറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം താഴാൻ കഴിയും എന്നാണ്. പദവികളെയും സ്ഥാനമാനങ്ങളെയും അംഗീകാരത്തെയും ആരാധിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ പെസഹ വ്യാഴം മറ്റൊരു ദർശനത്തിലേക്കാണ് നമ്മെ വിളിക്കുന്നത്. പാദങ്ങൾ കഴുകുന്ന കർത്താവിൻ്റെ ദർശനത്തിലേക്കും പോയി അതുപോലെ ചെയ്യുക എന്ന അടിയന്തര ക്ഷണത്തിലേക്കും. പ്രിയപ്പെട്ടവരെ, പാദക്ഷാളനം വെറുമൊരു സേവന പ്രവൃത്തി മാത്രമായിരുന്നില്ല. അത് ഒരു പുതിയ ക്രമത്തിന്റെ അടയാളവും ഒരു പുതിയ ഉടമ്പടിയുടെ മുദ്രയുമായിരുന്നു. കൽപ്പലകകളിൽ എഴുതപ്പെട്ട പഴയ ഉടമ്പടി പ്രഖ്യാപിച്ചത് നിങ്ങൾ ചെയ്യരുത് എന്നാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും എഴുതപ്പെട്ട പുതിയ ഉടമ്പടി പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കണം എന്നാണ്. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഈശോ നൽകുന്ന അളവുകോൽ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഇതാണ് മാനദണ്ഡം. അതൊരു ലളിതമായ ഇഷ്ടമോ മര്യാദയോടുകൂടിയ സന്മനസ്സോ അല്ല, മറിച്ച് കുരിശിന്റെ സ്നേഹമാണത്. വഞ്ചനയെ സഹിക്കുന്ന സ്നേഹം, സ്വന്തം നഷ്ടം സഹിച്ചും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന സ്നേഹം, ആദ്യം സ്നേഹിക്കപ്പെടാൻ കാത്തു നിൽക്കാത്ത സ്നേഹം. സ്നേഹത്തിന്റെ ഈ പുതിയ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഭാരമല്ല, അത് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ വ്യക്തിത്വമാണ്. ക്രിസ്തു സ്നേഹിക്കുന്നത് പോലെ നാം സ്നേഹിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ എന്താകണമോ അതായി അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളും ലോകത്തിൽ ദിവ്യജീവൻ സംവഹിക്കുന്നവരുമായി നാം മാറുന്നു. ലോകം നമ്മെ അറിയുക നമ്മുടെ തർക്കങ്ങൾ കൊണ്ടോ നമ്മുടെ സ്ഥാപനങ്ങൾ കൊണ്ടോ നമ്മുടെ അധികാരം കൊണ്ടോ ആയിരിക്കില്ല, മറിച്ച് നമ്മുടെ സ്നേഹം കൊണ്ടായിരിക്കും എന്ന് ഈശോ പറയുകയാണ്. ഈ ഉടമ്പടിയുടെ കാതലായി നിൽക്കുന്നത് അനുസരണമാണ്. ഭയം കൊണ്ടുള്ള അനുസരണമല്ല, സ്നേഹം കൊണ്ടുള്ള അനുസരണം. എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം അജണ്ടകളും നമ്മുടെ താല്പര്യങ്ങളും സ്വന്തം സൗകര്യങ്ങളും സ്വാർത്ഥമോഹങ്ങളും ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന്റെ സ്വയം നൽകുന്ന യുക്തിയുമായി നമ്മുടെ ജീവിതത്തെ അനുരൂപപ്പെടുത്താൻ പുതിയ ഉടമ്പടി നമ്മെ വിളിക്കുന്നു.
തുടർന്ന് പ്രപഞ്ചത്തെ മാറ്റിമറിച്ച അതുല്യ നിമിഷം വന്നെത്തുകയാണ്. പെസഹ അത്താഴത്തിന്റെ മധ്യത്തിൽ യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് എല്ലാ നൂറ്റാണ്ടുകളിലും എല്ലാ ഭാഷകളിലും മാറ്റൊലികൊള്ളുന്ന ആ വാക്കുകൾ അരുൾ ചെയ്തു: ഇത് നിങ്ങൾക്കു വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ വാക്കുകളിലൂടെ യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മുടെ ഇടയിലുള്ള അവൻ്റെ യഥാർത്ഥവും ശാശ്വതവുമായ സാന്നിധ്യത്തിൻ്റെ കൂദാശ. എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്നോ എൻ്റെ പ്രബോധനങ്ങൾ ഓർക്കുക എന്നോ അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ലളിതമായ അടയാളങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും സത്യമായും അവൻ സന്നിഹിതനാകുന്നു. വിശുദ്ധ കുർബാന നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും ഉച്ചകോടിയുമാണ്. നാം ഓരോ തവണ ബലിപീഠത്തിൽ ഒത്തുകൂടുമ്പോഴും അകലെയുള്ള ഒരു ഓർമ്മയുടെ പുനരാവിഷ്കാരം നടത്തുകയല്ല, മറിച്ച് ഗാഗുൽത്തായിലെ ശാശ്വതമായ ഇപ്പോൾ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കുരിശിലെ ബലി ഇവിടെ സന്നിഹിതമാക്കപ്പെടുന്നു. യാത്രയ്ക്കുള്ള ഭക്ഷണമായി, നമ്മുടെ മുറിവുകൾക്കുള്ള സൗഖ്യമായി, നമ്മുടെ മാനുഷികതയുടെ കളിമണ്ണിലേക്ക് പകരുന്ന ദൈവത്തിൻ്റെ ജീവനായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വയം നമുക്ക് നൽകുന്നു. ആ പരിശുദ്ധ കുർബാനയുടെ ശക്തി അപരിമേയമാണ്. ഒന്നാമതായി, അത് നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി, അത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. സാധാരണ ഭക്ഷണം നമ്മുടെ ഭാഗമായി മാറുന്നു. എന്നാൽ പരിശുദ്ധ കുർബാനയിൽ നാം എന്താണോ സ്വീകരിക്കുന്നത് അതായി നാം മാറുന്നു. യഥാർത്ഥമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാൾക്ക് പഴയതുപോലെ തുടരാനാവില്ല. അഹങ്കാരം വിനയമായി മാറുന്നു, വിദ്വേഷം ക്ഷമയായി മാറുന്നു, ഭയം വിശ്വാസമായി മാറുന്നു, പാപം കൊണ്ട് കഠിനമായ ഹൃദയങ്ങൾ മാറുന്നു. നമുക്ക് സ്വയം ഭേദമാക്കാൻ കഴിയാത്ത മുറിവുകൾ സുഖപ്പെടുന്നു, നമ്മെ കൂടുതൽ ക്രിസ്തുവിനെ പോലെയാക്കുന്നു, അവന്റെ ദിവ്യ പ്രകൃതിയിൽ നമ്മെ പങ്കാളികളാക്കുന്നു. നാം ക്രിസ്തുക്കളായി മാറുന്നു. മൂന്നാമതായി, ഒന്നിപ്പിക്കാനുള്ള ശക്തി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു, അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്, എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. വിശുദ്ധ കുർബാന അതിരുകളെ, ഭിന്നതകളെ, ഒറ്റപ്പെടലിനെ തകർക്കുകയും കൂട്ടായ്മയെയും സാഹോദര്യത്തെയും സഭയെയും പടുത്തുയർത്തുകയും ചെയ്യുന്നു. കാരണം ക്രിസ്തുവിന്റെ ശരീരം സ്വീകരിക്കുകയും അവന്റെ ശരീരത്തിലെ അവയവങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യാൻ നമുക്കാവില്ല. നാലാമതായി, നമ്മെ നിലനിർത്താനുള്ള ശക്തി. ജീവിതം എളുപ്പമല്ല. നാം കുരിശുകൾ ചുമക്കേണ്ടതായി വരുന്നു, പോരാട്ടങ്ങൾ നേരിടുന്നു, ബലഹീനതകൾ അനുഭവിക്കുന്നു. അവിടെ വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ശക്തി. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ മന്ന നിലനിർത്തിയതുപോലെ നമ്മുടെ യാത്രയിൽ വിശുദ്ധ കുർബാന നമ്മെ നിലനിർത്തുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് ഇതിനെ വിളിക്കുന്നത് മാലാഖമാരുടെ അപ്പവും തീർത്ഥാടകരുടെ ഭക്ഷണവും എന്നാണ്. നാം ബലഹീനരാകുമ്പോൾ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നു. നാം വീഴുമ്പോൾ അവിടുന്ന് നമ്മെ ഉയർത്തുന്നു. നാം ശൂന്യരാകുമ്പോൾ അവിടുന്ന് നമ്മെ നിറയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നാം വെറുമൊരു സംഭവം ഓർമ്മിക്കുകയല്ല, അപാരമായ ശക്തിയുള്ള ഒരു രഹസ്യത്തിന് മുന്നിലാണ് നാം നിൽക്കുന്നത്. വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുന്ന വെറുമൊരു വസ്തുവല്ല, നമ്മെ തന്നിലേക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണത്. അതിനാൽ ഈ രാത്രി നാം അൾത്താരെ സമീപിക്കുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വിശ്വാസത്തോടെ, മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വിനയത്തോടെ, മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സ്നേഹത്തോടെ ഈ അൾത്താരെ സമീപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ എന്താണോ സ്വീകരിക്കുന്നത് അതായി എന്നെ മാറ്റണമേ. ലോകത്തിൽ അങ്ങയുടെ ശരീരമായും അങ്ങയുടെ സ്നേഹമായും അങ്ങയുടെ സാന്നിധ്യമായും എന്നെ മാറ്റണമേ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനോടൊപ്പം ക്രിസ്തു പൗരോഹിത്യമെന്ന മഹത്തായ ദാനവും സ്ഥാപിച്ചു. അപ്പോസ്തലന്മാരോട് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ എന്ന് കൽപ്പിച്ചപ്പോൾ യേശു വെറുമൊരു ഭാവി കർമ്മം ആവശ്യപ്പെടുകയായിരുന്നില്ല. പുതിയ ഉടമ്പടിയിലെ ആദ്യത്തെ പുരോഹിതന്മാരെ അവൻ അഭിഷേകം ചെയ്യുകയായിരുന്നു. അവൻ വീണ്ടും വരുന്നതുവരെ അവന്റെ ബലി സന്നിഹിതമാക്കുക എന്ന വിസ്മയകരമായ ശുശ്രൂഷ അവൻ അവരെ
അവരിലൂടെ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള സഭയെ ഫലമേൽപ്പിക്കുകയായിരുന്നു. പുതിയ നിയമത്തിലെ പൗരോഹിത്യം പൂർണ്ണമായും ക്രിസ്തുവിന്റെ സ്വന്തം പൗരോഹിത്യത്തിലാണ് വേരൂന്നിയിരിക്കുന്നത്. അഭിഷിക്തനായ ഓരോ പുരോഹിതനും ബലിപീഠത്തിൽ ഇൻ പെർസോണ ക്രിസ്തി അഥവാ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്. അത് അവരുടേതായ അർപ്പണമല്ല, മറിച്ച് അവൻ്റേതാണ്. ശാശ്വതനായ പ്രധാന പുരോഹിതൻ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ തൻ്റെ ശുദ്ധീകരണത്തിൻ്റെയും മധ്യസ്ഥതയുടെയും സാന്നിധ്യത്തിൻ്റെയും പ്രവർത്തനങ്ങൾ തുടരുന്നത് ഈ ഉപകരണങ്ങളിലൂടെയാണ്. ഈ രാത്രി പുരോഹിതന്മാർക്കായി നാം നന്ദി പറയുന്ന രാത്രി കൂടെയാണ്. ബലിപീഠത്തിൽ നിൽക്കാനും പാപമോചനത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കാനും രോഗികളോടും മരിക്കുന്നവരോടുമൊപ്പം ആയിരിക്കുവാനും വചനം പകുത്തു നൽകാനും ദൈവജനത്തെ വിനയത്തോടും വിശ്വസ്തയോടും കൂടെ സേവിക്കാനും തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവർക്കായി നമുക്ക് നന്ദി പറയാം. പൗരോഹിത്യം സുഖകരമായ ജോലിയല്ല, ഒരു ബലിയാകലാണ്. അവിടെ അവൻ്റേതായി ഒന്നുമില്ല. ആ ബലിജീവിതങ്ങൾക്ക് നന്ദി അർപ്പിക്കാം. ഒപ്പം ദൈവവിളികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വിളവിൻ്റെ നാഥനോട് തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ അയക്കാൻ ആത്മാർത്ഥമായി അപേക്ഷിക്കാം. മാമോദീസ സ്വീകരിച്ച എല്ലാവരും വിശ്വാസികളുടെ പൊതുവായ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നുണ്ടെന്നും നാം ഓർമ്മിക്കണം. യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ ബലികൾ അർപ്പിക്കാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അർപ്പണം, നമ്മുടെ സന്തോഷങ്ങളും സഹനങ്ങളും നമ്മുടെ അധ്വാനവും സ്നേഹവുമൊക്കെ ബലിപീഠത്തിലെ ഏക ബലിയുമായി കൂടിച്ചേരുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ദൗത്യത്തിലുള്ള ഒരു പങ്കാളിത്തമായി മാറുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ തിരുക്കർമ്മങ്ങൾ അതിൻ്റെ ഭക്തിനിർഭരമായ സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയും വഹിച്ച് താൽക്കാലിക അൾത്താരയിലേക്ക് നാം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പ്രകാശങ്ങൾ മങ്ങുകയും സക്രാരി ശൂന്യമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോയോടൊപ്പം നാം ഗെത്സമൻ തോട്ടത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. എന്നോടൊപ്പം 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? നമ്മുടെ പാദങ്ങളിൽ മുട്ടുകുത്തി. സ്നേഹം നിറഞ്ഞവരെ, ഈ തിരുക്കർമ്മങ്ങൾ അതിൻ്റെ ഭക്തിനിർഭരമായ സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയും വഹിച്ച് താൽക്കാലിക അൾത്താരയിലേക്ക് നാം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പ്രകാശങ്ങൾ മങ്ങുകയും സക്രാരി ശൂന്യമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോയോടൊപ്പം നാം ഗെത്സമൻ തോട്ടത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. ചോദ്യം: എന്നോടൊപ്പം 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? നമ്മുടെ പാദങ്ങളിൽ മുട്ടുകുത്തിയ, നമ്മോട് സ്നേഹിക്കാൻ കൽപ്പിച്ച, അപ്പത്തിലും വീഞ്ഞിലും തന്നെ നമുക്ക് നൽകിയ, എല്ലാ തലമുറകളിലും തന്നെ സന്നിഹിതനാക്കാൻ തൻ്റെ ശുശ്രൂഷകരെ ചുമതലപ്പെടുത്തിയ ദൈവത്തെ ധ്യാനിക്കാൻ അല്പനേരം കൂടി നമുക്ക് ഉണർന്നിരിക്കാം. ഈ രാത്രിയിൽ എളിമ നമ്മിൽ വേരുറയ്ക്കട്ടെ. അവസാനം വരെ സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ അനുസരണം നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തട്ടെ. നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന വെറുമൊരു അനുഷ്ഠാനം മാത്രമാകാതിരിക്കട്ടെ. നമുക്ക് വേണ്ടിയും നമ്മിലൂടെയും നമുക്ക് വേണ്ടി മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും നമുക്ക് വേണ്ടിയും നമ്മിലൂടെയും മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത ജീവിക്കുന്ന ദൈവവുമായുള്ള യഥാർത്ഥമായ ഒരു കൂടിക്കാഴ്ചയായി മാറട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.